الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا لا يسخر قوم من قوم عسى أن يكونوا خيرا منهم ولا نساء من نساء عسى أن يكن خيرا منهن ولا تلمزوا أنفسكم ولا تنابزوا بالألقاب بئس الاسم الفسوق بعد الإيمان ومن لم يتب فأولئك هم الظالمون ബഹുമാന്യരായ സത്യവിശ്വാസി സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനുൽ ഇസ്ലാമിൻ്റെ നിയമ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ സകല മേഖലകളിലും പാലിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന അവൻ്റെ ഉത്തമരായ അടിമകളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് ഖബറിന്റെ അടുത്തുകൂടെ നടന്നു പോവുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹുമാ ലയുഅദ്ദിബാൻ, ഈ ഖബറിൽ കിടക്കുന്ന രണ്ടാളുകളും അവർ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വമാ യുഅദ്ദിബാനി ഫീ കബീരി, വലിയ ഒരു കാരണം കൊണ്ടൊന്നുമല്ല അവർ ശിക്ഷിക്കപ്പെടുന്നത്. അവരുടെ കണ്ണിൽ അവർ ചെയ്ത ആ കാര്യം അത് വലിയൊരു കാര്യമൊന്നല്ല, വലിയ തെറ്റൊന്നുമല്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആളുകൾ അമ്മ അഹദുഹുമ, ആ രണ്ടിൽ ഒരാള് ഫകാന യംശി ബിൻ നമീമ, ഏഷണി പറഞ്ഞ് നടന്നിരുന്ന ആളാണ്. വഅമ്മൽ ആഖർ, രണ്ടാമത്തെ വ്യക്തി ഫകാന ലാ യസ്തൻസിഹു മിനൽ ബൗൽ, മൂത്രമൊഴിച്ചാൽ അത് വൃത്തിയാക്കാത്ത, വേണ്ടത്ര വൃത്തിയാക്കാത്ത ആളാണ്. വലിയ ഗൗരവമായി കാണാത്ത തെറ്റുകളാണ്. പക്ഷേ അതിന് ഖബറിൽ, ഈ രണ്ട് ഖബറിൽ കിടക്കുന്ന ആളുകളും ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ നാവ് എന്നുള്ളത് നമ്മുടെ ശരീരത്തിലൊരു അവയവം.
സ്വർഗ നരകങ്ങൾ തീരുമാനിക്കാൻ യോഗ്യതയുള്ളതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, 2 അവയവങ്ങൾ എനിക്ക് നിങ്ങൾ ഗ്യാരണ്ടി നൽകിയാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം വാഗ്ദാനം ചെയ്യുന്നു എന്നാണ്. അതിലൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് 2 താടിയെല്ലുകൾക്കിടയിലുള്ള അവയവം, അതാണ് നാവ്. മറ്റൊന്ന് 2 തുടകൾക്കിടയിലുള്ള അവയവം, അതാണ് ഗുഹ്യാവയവം. ഇത് രണ്ടും എനിക്ക് നിങ്ങൾ ഹറാമായ നിലക്ക് ഉപയോഗിക്കില്ല എന്ന് വാഗ്ദാനം നൽകിയാൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്നാണ്. അപ്പൊ സ്വർഗ നരകം തീരുമാനിക്കാൻ യോഗ്യതയുള്ള അവയവമാണ് നമ്മുടെ നാവ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഓരോ പ്രഭാതമാകുമ്പോഴും ആദം സന്തതികൾ അവരുടെ അവയവങ്ങൾ നാവിനോട് എളിമയോടെ അപേക്ഷിക്കുമത്രേ. ഓരോ മനുഷ്യന്റെയും മറ്റു അവയവങ്ങൾ തന്റെ നാവിനോട് അപേക്ഷിക്കുമത്രേ. ഇത്തഖില്ലാഹ ഫീനാ ഫഇന്നമാ നഹ്നു ബിക, ഞങ്ങളുടെ കാര്യത്തിൽ നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം, ഞങ്ങളുടെ കാര്യത്തിൽ നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം. നാവിനോട് ശരീരത്തിന്റെ മറ്റ് അവയവങ്ങൾ പറയുന്ന ഫഇന്നമാ നഹ്നു ബിക, ഞങ്ങളുടെ കാര്യം അത് കണക്കാക്കുന്നത് നിന്റെ അവസ്ഥ പോലെയാണ്. നീ എങ്ങനെയാണോ അങ്ങനെ ആയിരിക്കും ഞങ്ങളുടെ അവസ്ഥ ഉണ്ടാകുക. എന്നിട്ട് ആ അവയവങ്ങൾ പറയുകയാണ്, നീ ചൊവ്വായ നിലക്കാണെങ്കിൽ, നേരായ രൂപത്തിലാണ് നിന്റെ സംസാരമെങ്കിൽ, നിന്റെ നാവിനോട് പറയാണ് നിന്റെ പ്രവർത്തനമെങ്കിൽ, ഇസ്തഖംന, ഞങ്ങളും നേരായ നിലക്കായിരിക്കും. എന്നാൽ നീ വക്രതയുള്ളവനായ നിലക്കാണ് എന്റെ സംസാരമെങ്കിൽ, ഞങ്ങളും വക്രതയുള്ളവരായി മാറും. അല്ലെ, നാവ് എന്താണോ അതനുസരിച്ച മറ്റവയവങ്ങൾ ഉണ്ടാകുക. ഓരോ പ്രഭാതമാകുമ്പോഴും അവയവങ്ങൾ നാവിനോട് പറയുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാവ് എന്നുള്ളത് നമ്മുടെ അമലുകൾ പോലും നഷ്ടപ്പെടുത്താൻ കാരണമാകുന്ന, നമ്മുടെ അമലുകൾ പോലും നഷ്ടപ്പെടുത്താൻ കാരണമാകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെടുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലയോ പ്രവാചകരെ, ഇന്ന ഫുലാന, ഒരു സ്ത്രീയുണ്ട്, ഒരു പെണ്ണുണ്ട്, തഖൂമുൽ ലൈല വ തസൂമുൻ നഹാർ, അവള് രാത്രി നിന്ന് നമസ്കരിക്കുന്നവളാണ്, പകലിൽ നോമ്പെടുക്കുന്നവളുമാണ്, അവള് സ്വതക്ക ചെയ്യുന്നവളാണ്, നന്മകൾ ധാരാളമായി ചെയ്യുന്നവളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെടാൻ, നന്മകൾ മാത്രം ചെയ്യുന്ന ഒരു പെണ്ണ്, ആ പെണ്ണിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെടാണ്. പക്ഷേ അവരുടെ പ്രത്യേകത എന്താണ്? അവരുടെ പ്രശ്നം എന്താണ്? തുർദി ജീറാനഹാ ബിലിസാനിഹാ, അവരുടെ നാവ് കൊണ്ട് അവൾ അവരുടെ അയൽവാസികളെ ദ്രോഹിക്കുന്നവളാണ്. നിസ്കരിക്കുന്നുണ്ട്, സുന്നത്ത് നമസ്കാരങ്ങളുണ്ട്, സ്വതക്കകളുണ്ട്, ധാരാളം നന്മകൾ ചെയ്യുന്ന പെണ്ണാണ്. പക്ഷേ തുർദി ജീറാനഹാ ബിലിസാനിഹാ, അവളുടെ നാവ് കൊണ്ട് അവൾ തന്റെ അയൽവാസികളെ ദ്രോഹിക്കുന്നവളാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആ പെണ്ണിനെ പറ്റി പറയാണ്, ലാ ഖൈറ ഫീഹാ ഹിയ മിൻ അഹ്ലിൻ നാർ. ഉണ്ടോ, അവളിൽ ഒരു ഖൈറും ഇല്ല. നിസ്കരിച്ചിട്ടും കാര്യമില്ല, നോമ്പെടുത്തിട്ടും സുന്നത്ത് നോമ്പെടുത്തിട്ടും ഒന്നും കാര്യമില്ല. ലാ ഖൈറ ഫീഹാ ഹിയ മിൻ അഹ്ലിൻ നാർ, അവൾ നരകാവകാശിയാണ് ഇന്ന്. അപ്പൊ കുറെ നന്മയൊക്കെ ചെയ്തിട്ട് കാര്യമില്ല, അവളുടെ നാവ് കൊണ്ട് പലരെയും അവൾ ദ്രോഹിക്കുകയാണ്. വീണ്ടും ചോദിക്കുകയാണ് ഒരു പെണ്ണിനെ പറ്റി, വഫുലാന തുസല്ലിൽ മക്തൂബ, വേറൊരു പെണ്ണുണ്ട്, ഓള് ഫർമൊക്കെ തന്നെ നിസ്കരിക്കുന്നുള്ളൂ, അങ്ങനെ സുന്നത്ത് നിസ്കരിക്കൊന്നുമില്ല, പിന്നെ അത്ര ധാരാളം സദക്കൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ കുറച്ച് സദക്ക ചെയ്യുള്ളൂ. എന്താണ് അങ്ങനെയുള്ള? പക്ഷെ അവളുടെ നാവ് കൊണ്ട് ആരെ അവൾ ദ്രോഹിക്കാറില്ല. അവളെ കുറിച്ച് എന്താ നബി അഭിപ്രായം? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹിയ മിൻ അഹ്ലിൽ ജന്ന, അവള് സ്വർഗാവകാശിയാണ്. കണ്ടോ,
അപ്പൊ സുഹൃത്തുക്കളെ, നമ്മുടെ നാവ് എന്നുള്ളത് നമ്മുടെ അമലുകൾ പോലും അള്ളാന്റെ അടുക്കൽ നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലേക്ക് നമ്മുടെ സംസാരങ്ങളിലുള്ള വക്രതകളും അപാകതകളും കൊണ്ടുചെന്നെത്തിക്കുന്ന, അല്ലേ, സുന്നത്ത് വരെ ചെയ്യുന്ന ഒരു പെണ്ണിനെ കുറിച്ചാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരാണോ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നത്, ഫൽയഖുൽ ഖൈറാ, അവർ ഖൈർ പറയട്ടെ, ഔ ലിയസ്മുത്ത്, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. ഉണ്ടോ? അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ ഒന്നുമില്ലേ ഖൈർ പറയാം, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുക. ഒരിക്കലേ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാണ്, യാ റസൂലല്ലാഹ് മൻ നജാത്ത്, നബിയെ വിജയിക്കാൻ എന്താണ് വേണ്ടത്? നാളെ പരലോകത്ത് വിജയിക്കാൻ എന്താണ് വേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അംസിക് അലൈക ലിസാനക, നിന്റെ നാവിനെ നീ പിടിച്ചു വെക്കുക. നിന്റെ നാവ് കൊണ്ട് അതിനെ നരകം വാങ്ങുന്ന അവസ്ഥ ഉണ്ടാകരുത്. മാത്രമല്ല അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അള്ളാഹുവിനെ ഓർക്കാനല്ലാതെ, അള്ളാഹുവിനെ സ്മരിക്കാനല്ലാതെ ധാരാളം നീ സംസാരിച്ചു പോകരുത്. അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടിയല്ലാത്ത സംസാരങ്ങൾ, അള്ളാഹുവിന്റെ ദീനല്ലാത്ത സംസാരങ്ങൾ ധാരാളമായി സംസാരിക്കുമ്പോൾ എന്റെ ഹൃദയത്തിന് അത് കാഠിന്യം നൽകും. ഹൃദയം ആകെ പാറ പോലെ കഠിനമാകുന്ന കേട്ടോ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ എന്ത് ചെയ്യണം? നാവ് കൊണ്ടുള്ള ഓരോ സംസാരം നടത്തുമ്പോഴും ഇതെന്നെ സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ എത്തിക്കുക എന്ന് നമ്മൾ ചിന്തിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന് ധാരാളം ഉപദേശം നൽകുക, ഒരു 5-6 ഉപദേശം നൽകുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇതിനേക്കാളെല്ലാം ഖൈറായ ഒരു കാര്യം നിനക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, കുഫ അലൈക ഹദാ, നിന്റെ നാവ് നീ പിടിച്ചു വെക്കണം. നാവ് ഇങ്ങനെ പിടിച്ചിട്ടാണ്, ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് പിടിച്ചു വെക്കണം, ഇതിനെ തടഞ്ഞു വെക്കണം. അപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, യാ നബിയല്ലാഹ് വ ഇന്ന ലമുആഖദൂന ബിമാ നതകല്ലമു ബിഹി, നമ്മുടെ സംസാരം കൊണ്ട്, ഞങ്ങളുടെ സംസാരം കൊണ്ട് അല്ലാഹു നാളെ പരലോകത്ത് ഞങ്ങളെ പിടികൂടുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, കണ്ടോ, ഞങ്ങൾക്ക് നാവ് കൊണ്ടുള്ള സംസാരം അതും പിടികൂടപ്പെടുമോ നാളെ പരലോകത്ത്? ഹൽ യകുബുന്നാസ അലാ വുജൂഹിഹിം ഇല്ലാ ഹസ്വാഇദു അൽസിനതിഹിം, ആളുകളൊക്കെ നരകത്തിലേക്ക് മുഖം കുത്തി വീഴുന്നത് അവന്റെ നാവ് കൊണ്ട് അവൻ കൊയ്തെടുത്തത് കാരണത്താലാണ്. നാവ് കൊണ്ട് പലതും കൊയ്തെടുത്തത് കാരണത്താലാണ് അവന് നരകത്തിലേക്ക് മുഖം കുത്തി വീഴുന്നത്. 4 ആള് കൂടിയാല് സുഹൃത്തുക്കളെ, ആ സംസാരത്തിന്റെ ഇടയ്ക്ക് വേറൊരുത്തനെ കുറിച്ച് പറയാൻ, അല്ലേ, ഞാൻ 4ത്തെ ഒരാളാണ് പോയാലോ പിന്നെ 3 ആള് ഈ പോയോനെ പറ്റിയിട്ടാ പറയാം. ഈ 3-ന് 2 ആളായാലോ ആ 3-മത് പോയോനെ പറ്റി പിന്നെ പറയും. ഇങ്ങനെ നാവ് കൊണ്ട് രാവിലെ മുതൽ ഉറങ്ങുന്നത് വരെ പലരെയും കുറിച്ച് പലതും പറയുമ്പോ നമ്മുടെ പരലോകാണ് നഷ്ടപ്പെടുന്നത്. നാവിനെ നിയന്ത്രിക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ഒരാളെ കുറിച്ച് ഗീബത്ത്, നിങ്ങറിയോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട ഒരു ശിക്ഷ ഉണ്ട്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ഒരു ശിക്ഷ കാണിക്കപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്നെയും കൊണ്ട് ആ 2 മലക്കുകൾ ഒരാളുടെ അടുക്കലേക്ക് പോവുകയാണ്. ആളെന്താ ചെയ്യുന്നത്? അയാൾ ഇങ്ങനെ കിടക്കുകയാണ്. അയാളുടെ അടുത്ത് വേറൊരാൾ നിൽക്കുന്നുണ്ട്. അയാളുടെ കയ്യിൽ ഒരു കൊളുത്തുണ്ട്. ആ കൊളുത്ത് കൊണ്ട് ഇങ്ങനെ കവിളുകൾ ഇങ്ങനെ വലിച്ച് പെരടി വരെ വലിച്ചു കീറുക. അതിങ്ങനെ വലിച്ചു കീറി കഴിയുമ്പോ കവിളിന്റെ ഇടതുഭാഗത്ത് അതിങ്ങനെ വലിച്ചു കീറുക. ഇത് വലിച്ചു കീറുമ്പോഴേക്ക് ആദ്യം വലിച്ചു കീറിയത് പൂർവ്വസ്ഥിതിയിലാകും, വീണ്ടും വലിച്ചു കീറും. ഇങ്ങനെ കണ്ണും തൊണ്ടയൊക്കെ ഇങ്ങനെ വലിച്ചു കീറിക്കൊണ്ടിരിക്കുക. ഈ ശിക്ഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെയുള്ള മലക്കുകളോട് ചോദിക്കുകയാണ്, മൻ ഹാദാ, ആരാണിവർ ഈ ശിക്ഷ അനുഭവിക്കുന്നു? കാരണം കണ്ടാൽ തന്നെ ഭീകരമായ ശിക്ഷ അവനിങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ആ മലക്കുകൾ പറയാണ്, ഇന്നർ റജുല യഗ്ദൂ മിൻ ബൈതിഹി ഫയക്ദിബുൽ കദ്ബത തബ്ലുഗുൽ ആഫാഖ്. ഈ മനുഷ്യൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ പ്രഭാതത്തിൽ പുറപ്പെടും, എന്നിട്ടൊരു കളവങ്ങ് പ്രചരിപ്പിക്കും. ആ കളവുകൾ ചക്രവാളങ്ങൾ ഇങ്ങനെ പ്രചരിക്കുകയാണ്. എല്ലായിടത്തും ഇങ്ങനെ പ്രചരിപ്പിക്കും. കളവ്, പച്ചക്കളവ്. അവർ അനുഭവിക്കേണ്ടി വരുന്ന ശിക്ഷയാണ്. എന്തെങ്കിലുമൊക്കെ തട്ടിവിടുക, അതിങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ? എല്ലാവർക്കും ഇത് ബാധകമാണ്. എല്ലാവർക്കും ഇത് ബാധകമാണ്. സംസാരിക്കുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും, പണ്ഡിതന്മാർക്കും പാമരന്മാർക്കും, പാവപ്പെട്ടവർക്കും ധനികനും എല്ലാവർക്കും ഇത് ബാധകമാണ്. എല്ലാവർക്കും ഇത് കളവ് പറയുമ്പോൾ, സുഹൃത്തുക്കളെ അതിങ്ങനെ പ്രചരിപ്പിക്കുമ്പോൾ, പച്ചക്കളവിന്റെ വക്താക്കളാകുമ്പോൾ നാളെ പരലോകത്ത് അവർ അനുഭവിക്കേണ്ടി വരുന്ന ഭീകരമായ ശിക്ഷയാണ്. കേട്ടോ, മരിക്കൂല്ല, മരണമല്ല പരലോകത്ത്. അങ്ങനെ ആരും പ്രതീക്ഷിക്കും വേണ്ട, ഇത് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് നാവ് കൊണ്ടാണ് ഓരോ മനുഷ്യരും, സുഹൃത്തുക്കളെ, അവർ കൊയ്തെടുക്കുകയാണ് നരകം എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഞാനും നിങ്ങളും ഗൗരവമായി ആലോചിക്കണം. നമ്മൾ രാവിലെ എണീറ്റ് വന്നാല് എന്തൊക്കെ നമ്മൾ പ്രചരിപ്പിക്കുന്നത്, എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിസ്സാര കാര്യങ്ങൾക്ക് ഒരു കളവ് പറയാം അല്ലേ? ഈ എവിടെ ഇരുന്ന് വെച്ചാൽ ചിലപ്പോ വീട്ടിലുണ്ടാവും, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, അതൊരു കളവാണ്. അതുകൊണ്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മുനാഫിക്കിന്റെ സ്വഭാവം ആയത്തുൽ മുനാഫിഖി സലാസ. മുനാഫിക്ക്, കപടവിശ്വാസിയുടെ സ്വഭാവം മൂന്നെണ്ണാണ്. ഒന്ന്, ഇദാ ഹദ്ദസ കദബ, അവൻ സംസാരിച്ചാൽ കളവ് പറയും. നമുക്ക് കളവെന്നൊരു തെറ്റായി തോന്നുന്നുണ്ടോ? ഇല്ല അല്ലേ? ഒരു കളവ് നമുക്ക് തെറ്റായി തോന്നും? ഒന്നുമില്ല. വീട്ടിൽ സ്വന്തം ഭാര്യയോടെ കയറുന്നപ്പോ കളവ്, കുട്ടികളോട് കളവ്, എല്ലായിടത്തും കളവ് തന്നെ. നമുക്കതൊരു ഗൗരവമല്ല, അതൊരു നിസാരല്ലേ എന്നാണ്. പക്ഷേ പരലോകത്ത് നിസാരല്ല. കണ്ടോ, പരലോകത്ത് ഈ കളവ് നിസാരല്ല. അതുകൊണ്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ പറയുകയാണെങ്കിൽ ഹക്ക് പറയണം, സത്യം പറയണം, അല്ലെങ്കിൽ മിണ്ടായിരിക്കണം, അല്ലെങ്കിൽ മിണ്ടാതിരിക്കണം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. അതുപോലെ തന്നെ മറ്റുള്ളവരെ കുത്തുവാക്ക് പറയാം, മറ്റുള്ളവരെ കുത്തുവാക്ക് പറയാം. ഒരാൾ എന്തെങ്കിലുമൊക്കെ, പ്രത്യേകിച്ച് സ്ത്രീകളിലത് കൂടുതൽ കാണാൻ പറ്റും അല്ലേ? വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ. ഖുർആൻ പഠിപ്പിക്കുക, വൈൽ നരകത്തിന്റെ ഒരു പ്രത്യേക സ്ഥലം. അത് വൈൽ എറിഞ്ഞ സ്ഥലം, അത് ആർക്കുള്ളതാണ്? ലികുല്ലി ഹുമസത്തിൽ ലുമസ. കുത്തുവാക്ക് പറയുന്നവൾ, കുത്തുവാക്ക് പറയുന്ന ആളുകൾക്കുള്ളതാണ്. മറ്റുള്ളവന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന സംസാരം, അങ്ങനെ ചെയ്യുന്ന ആളുകൾക്കുള്ളതാണ് ഈ നരകം, ഈ വൈൽ എന്ന് പറയുന്ന സ്ഥലം എന്ന് ഖുർആൻ പഠിപ്പിക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വിശ്വാസിയെ കുറിച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലൈസൽ മുഅ്മിനു ബിത്ത്ആൻ വലൽ ലആൻ വലൽ ഫാഹിശി വലൽ ബദീ. ഒരു മുഅ്മിനായ മനുഷ്യൻ അവൻ കുത്തുവാക്ക് പറയുന്നവനല്ല, മറ്റൊരുത്തന്റെ നേരെ കുത്തുവാക്ക് പ്രയോഗം നടത്തുന്നവനല്ല. വലൽ ലആൻ, മറ്റൊരാളുടെ നേരെ ശാപവാക്കുകൾ പറയുന്നവനുമല്ല. വലൽ ഫാഹിശി വലൽ ബദീ, മോശമായ മ്ലേച്ഛമായ സംസാരങ്ങളും പറയുന്നവനല്ല. കണ്ടോ, മുഅ്മിൻ അങ്ങനെയൊന്നും അല്ല. തമാശക്ക് പോലും പ്രിയമുള്ളവരെ കളവും അനാവശ്യവും പറയാൻ പാടില്ല. അതാ ഇസ്ലാമാണ്. മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലേ, അവർക്കും നരകാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചിട്ടുള്ളത്. തമാശക്ക് പോലും കളവ് പറയൽ. വൈലുൽ ലില്ലദീ യുഹദ്ദിസു ഫയുക്ദബു ലിയുദ്ഹിക ബിഹിൽ ഖൗമ വൈലുൽ ലഹു വൈലുൽ ലഹു. കണ്ടോ, സംസാരിക്കും, അത് കളവായിരിക്കും. എന്തിനാ പറയണത്? വെറുതെ ലിയുദ്ഹിക ബിഹി, ആളുകളെ ചിരിക്കാൻ വേണ്ടിയിട്ടാണ്, ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയാണ്, തമാശയായിട്ട് പറയാണ്. പക്ഷെ അവനും വൈലാണ്, നരകമാണ് എന്നേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അതുകൊണ്ട് മറ്റൊരാളെ കുറിച്ച് നമ്മൾ വിചാരം നമ്മൾ നല്ല ഉഷാറും മറ്റുള്ളവരൊക്കെ മോശമാണ് എന്നാണ് അല്ലേ? അങ്ങനെ ചില ആൾക്കാർ, ആ ചിന്ത തന്നെ ശരിയല്ല, ആ ചിന്ത തന്നെ ശരിയല്ല. ഞാൻ ഭയങ്കര ഉഷാറ്, മറ്റുള്ളവരൊക്കെ മോശം, അതല്ല സുഹൃത്തുക്കളെ. നമ്മളിലും കുറെ ന്യൂനത ഉണ്ട്, എല്ലാവരിലും ന്യൂനത ഉണ്ട്. അത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. സംസാരിക്കുന്ന എന്നിലും കേൾക്കുന്ന നിങ്ങളിലും നമ്മൾ മറ്റൊരാളെ കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്കുള്ള ന്യൂനത നമ്മൾ ആലോചിച്ചാൽ മതി. എനിക്കുള്ള ന്യൂനത അല്ലെ? അമ്മായിമാനെ മരുമോട് പറയുമ്പോൾ, മരുമകൾ അമ്മായിമ്മ പറയുമ്പോൾ ആലോചിച്ചാൽ മതി. എല്ലാവർക്കും ന്യൂനത ഉണ്ട്.
ആർക്കും ന്യൂനത ഇല്ലാത്തവരില്ല. അത് തിരുത്തേണ്ടത് എങ്ങനെയാണ്? ഇസ്ലാം പഠിപ്പിച്ചു. ഇസ്ലാമിക വിരുദ്ധമായ ഇസ്ലാമിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോയ എന്തെങ്കിലും കാര്യം തിരുത്തേണ്ട എങ്ങനെ? ആ വ്യക്തിയെ കണ്ട് പറഞ്ഞിട്ടാണ്. അങ്ങനെയാണ്. അല്ലാതെ അതിരുന്ന് ഇങ്ങനെ മറ്റുള്ളവരോട് പറയാൻ പാടില്ല. അതാണ് ഗീബത്ത്. കണ്ടോ, ഉള്ള സ്വഭാവം പോലും മറ്റുള്ളവരോട് പറയാൻ പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ട എന്താണ് ഗീബത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ദിക്റുക അഖാക ബിമാ യക്റഹു, നിന്റെ സഹോദരന് വെറുപ്പുള്ള കാര്യം നീ പറയലാണ്. ഒരാളെ കുറിച്ചിട്ടേ വെറുപ്പുള്ളത് പറയാം. എന്നെ കുറിച്ച് ഒരു കാര്യമുണ്ട്, എനിക്കത് മറ്റുള്ളവർ പറയണതൊക്കെ വെറുപ്പാണ്, അപ്പൊ നിങ്ങൾ രണ്ടാളും അത് പറയാം. എന്നിൽ എന്തെങ്കിലും ന്യൂനത ഉണ്ടെങ്കിൽ അത് തിരുത്തേണ്ടത് എന്നോടാണ്, അല്ലേ? അതാ ചെയ്യണം. അതാ ഇസ്ലാം പഠിപ്പിച്ചത്. അതാണ് വത്തവാസൗ ബിൽ ഹഖ്, നന്മ കൊണ്ട് പരസ്പരം ഉപദേശിക്കൽ. വത്തവാസൗ ബിസ് സബ്ർ, ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിക്കൽ. അതാണ്. അല്ലാതെ മറ്റൊരാളുടെ ന്യൂനത നമ്മൾ പരസ്പരം പറയുമ്പോൾ നമ്മുടെ നന്മകൾ നാളെ പരലോകത്ത് അവർക്ക് നൽകും. നമ്മുടെ നന്മയെ നഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് ഗീബത്ത് എന്ന് പറഞ്ഞാൽ തന്റെ സഹോദരന് ഇഷ്ടമില്ലാത്തത് അവനെ കുറിച്ച് പറയലാണ്. സഹാബത്ത് ചോദിച്ചു, നബിയെ, അവരിൽ ഉള്ള ഒരു കാര്യമാണ് ഞങ്ങൾ പറയുന്നതെങ്കിലോ? എങ്കിൽ നിങ്ങൾ അവരെ കുറിച്ച് ഗീബത്ത് പറഞ്ഞു. ഇല്ലാത്ത കാര്യമാണെങ്കിൽ അവനെ കുറിച്ച് കളവ് പറഞ്ഞു. രണ്ടായാലും നിനക്ക് നഷ്ടമാണ്. ഇതൊക്കെ നാവ് കൊണ്ടാണ്. നമ്മുടെ നാവ് ഒതുങ്ങിയിരിക്കലുണ്ടോ? രണ്ടാള് കൂടുമ്പോ എന്തെല്ലാം പറയും, അല്ലേ? വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്, പ്രിയമുള്ളവരെ, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ ഈമാനുള്ള ആളുകളെ, മുഅ്മിനായ ആളുകളെ, ലാ യസ്ഖർ ഖൗമും മിൻ ഖൗം, നിങ്ങൾ ഒരു ജനവിഭാഗം മറ്റൊരു ജനതയെ പറ്റി നിങ്ങൾ പരിഹാസം നടത്തരുത്. ഒരാളും മറ്റുള്ളവരെ നിങ്ങൾ പരിഹസിക്കണ്ട. അസാ അയ്യകൂനു ഖൈറം മിൻഹും, ഒരുപക്ഷേ നിങ്ങളെക്കാൾ നല്ലവരായിരിക്കാം അവർ. നിങ്ങൾ പരിഹസിക്കണ്ടല്ലോ, നിങ്ങളെക്കാൾ നല്ലവരായിരിക്കും ഒരുപക്ഷേ അവർ. വലാ നിസാഉം മിൻ നിസാ, ഒരു പെണ്ണും ഒരു സ്ത്രീയും മറ്റൊരു സ്ത്രീയെയും പരിഹസിക്കണ്ട. അസാ അയ്യകുന്ന ഖൈറം മിൻഹുന്ന, ഒരുപക്ഷേ അവരായിരിക്കും നിങ്ങളെക്കാൾ ഏറ്റവും ഉത്തമരായവർ. ഉണ്ടോ? ആ പരിഹസിക്കപ്പെടുന്നവരായ സ്ത്രീകളായിരിക്കും പരിഹസിക്കുന്നവളേക്കാൾ ഉത്തമ ആയവൾ. വലാ തൽമിസു അൻഫുസകും വലാ തനാബസു ബിൽ അൽഖാബ്, നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ന്യൂനതകൾ കുറവാക്കി പറയരുത്. വലാ തനാബസു ബിൽ അൽഖാബ്, നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അസഭ്യമായ പേരുകൾ വിളിക്കരുത്. അങ്ങനെ ഉണ്ട്, അല്ലേ? അങ്ങനെ വിളിക്കുന്ന ചില ആൾക്കാരുണ്ട്. ഏതെങ്കിലും ആളെ പരിചയപ്പെടുക, എനിക്ക് മനസ്സിലായില്ലേ, ആ കാലം കലന്തെറുക്കി, അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഇരട്ട പേര് വിളിക്കുക. മുഅ്മിനുകളോട് പ്രത്യേകം ഖുർആൻ എടുത്ത് പറയാൻ പാടില്ല. അങ്ങനെ പാടില്ല. മറ്റുള്ളവരെ ഇരട്ട പേര് വിളിക്കുന്ന സമീപനം അതൊരു വിശ്വാസിക്കുണ്ടാകാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ബിസലിസ്മുൽ ഫുസൂഖു ബഅദൽ ഈമാൻ, സത്യവിശ്വാസത്തിന് ശേഷം ഇതുപോലെയുള്ള അതേ അസഭ്യമായ ദുഷ്ടമായ പേരുകൾ ഉപയോഗിക്കൽ എത്ര ചീത്തയാണ്. വമല്ലം യതുബ്, ഇതൊക്കെ ചെയ്തിട്ടും തൗബ ചെയ്യാത്തവരാണെങ്കിൽ ഫഉലൈക ഹുമുൽ ളാലിമൂൻ, അവർ അക്രമികളാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുക. ഇരട്ട പേര് വിളിക്കല്, അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിപ്പറയല്, ചീത്ത പറയല്, ഇതൊക്കെ യഥേഷ്ടം നടന്നുകൊണ്ടിരിക്കുക. അവരാരെ വീട്ടുകളിലും, അല്ലെ, ശാപവാക്ക് പറയല്, ഇതൊക്കെ സുഹൃത്തുക്കളെ നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്തും എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. എത്രത്തോളം അറിയോ? മാതാപിതാക്കളെ വരെ, അല്ലെ, മാതാപിതാക്കളെ വരെ ചീത്ത പറയുന്ന ആളുകൾ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാഹബത്ത് ചോദിച്ചു, മാതാപിതാക്കളെ ചീത്ത പറയേ? നമ്മളും ചിന്തിക്കും, മാതാപിതാക്കളെ ചീത്ത പറയൽ ഇന്ന മിൻ അക്ബരിൽ കബായിർ അൻയൽ അനർ റജുലു വാലിദൈഹി, വൻ പാപങ്ങളിൽ പെട്ടതാണ് അൻയൽ അനർ റജുലു വാലിദൈഹി, ഒരു മനുഷ്യൻ അവന്റെ മാതാപിതാക്കളെ ശപിക്കുക എന്നുള്ളത്. കണ്ടോ? ശാപവാക്ക് പറയാന്നുള്ളത്, ചീത്ത പറയാന്നുള്ളത്. അപ്പൊ സഹാബത്ത് ചോദിക്കാൻ, നബിയെ, എങ്ങനെയാണ് കൈഫ യൽഅനു റജുലു വാലിദൈഹി, എങ്ങനെയാണ് ഒരു മനുഷ്യൻ അവന്റെ മാതാപിതാക്കളെ ശപിക്കുകയും ചീത്ത പറയുകയും ചെയ്യുന്നത്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യസുബ്ബു അബർ റജുലി ഫയസുബ്ബു അബാഹു,
നീ ഒരു മനുഷ്യൻ മറ്റൊരാളുടെ പിതാവിനെ ചീത്ത പറയുമ്പോ അവൻ ഇങ്ങോട്ടും തിരിച്ചതേ രൂപത്തിൽ ചീത്ത പറയാണ്. അല്ലെ, ചില ദേശ് മോനെ എന്നൊക്കെ വിളിക്കും. അപ്പൊ വിളിക്കണാരനെ? ഓന്റെ വാപ്പാനെ. അതേപോലെ ഇങ്ങോട്ടും തിരിച്ചു വിളിക്കും. അതാരെ? നമ്മളെ വാപ്പാനിയാണ്. തന്നെയാണത്. മനസ്സിലായോ? അത് അക്ബറുൽ കബായിറ, വൻപാപങ്ങളിൽപ്പെട്ട ഒരു വൻപാപാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് വയസുബ്ബു ഉമ്മഹു, അവന്റെ ഉമ്മയെ നീ ചീത്ത പറയുന്നു. ഫയസുബ്ബു ഉമ്മഹു, അവൻ ഇങ്ങോട്ടും അതാ ചീത്ത പറയുകയാണ്. അപ്പൊ സ്വന്തം വാപ്പാനി സ്വന്തം മാനി അവൻ ചീത്ത പറഞ്ഞവനെ പോലെയാണ്. അതന്നെയാണ് മാതാപിതാക്കളെ ശപിക്കുക, ചീത്ത പറയാന്ന് പറഞ്ഞാല്. അതൊക്കെ ചിലപ്പോ ചില നാട്ടുകാർ അതൊക്കെ ഇവിടുത്തെ ഒരു ശൈലിയാണ്, അതൊക്കെ ഇവിടുത്തെ ഒരു ശൈലിയാണ് അല്ലേ? ആ ശൈലിയിൽ പരലോക പോണത് എത്ര നിസ്സാരായിട്ടാ വിളിക്കാറിയോ? അങ്ങനെ ഡാഷ് വെച്ച് പല മോനെയും വിളിക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ തമാശയായിട്ടാ കാണേണ്ടത്. അതൊക്കെ വൻപാപമായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കണം. അങ്ങനെ ഓരോന്ന് കേൾക്കുന്നത് പ്രചരിപ്പിക്കുക, ഇങ്ങനെ രൂപത്തിൽ മാതാപിതാക്കളെ ചീത്ത പറയാ, ഇങ്ങനെ നാവ് കൊണ്ട് ഹറാമായ ഇസ്ലാം നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ പറയാ, ഇതൊക്കെ പരലോകത്ത് നമുക്ക് നഷ്ടം വരുത്തും. കണ്ടോ? അതുകൊണ്ടാ പറഞ്ഞത്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത് സ്വന്തം നാവ് കൊണ്ട് കൊയ്തെടുത്തത് കൊണ്ടല്ലാതെ പിന്നെ എങ്ങനെയാണ് ആളുകൾ നരകത്തിലേക്ക് മുഖം കുത്തി വീഴുന്നത്? ഉണ്ടോ? നിസ്കരിച്ചിട്ട് നോമ്പെടുത്തിട്ട് കുറെ നന്മ ചെയ്തിട്ട് ഉള്ള നാവ് ഒതുങ്ങി നിൽക്കാത്തത് കൊണ്ടാണ് ആ പെണ്ണ് നരകത്തിൽ പോകുന്നത്. അതുകൊണ്ട് ഉപകാരമില്ല, ഉള്ള നിസ്കാരം കൊണ്ട് ഉപകാരമില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ ഓരോരുത്തരും ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടതുണ്ട്. നമ്മുടെയൊക്കെ നാവ് എത്രത്തോളം വിശുദ്ധമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക, നാവ് വിശുദ്ധമാക്കുക. ജീവിതത്തിൽ പലതും നമ്മൾ ഓരോ പ്രഭാതം മുതൽ പ്രദോഷം വരെ പറഞ്ഞിട്ടുണ്ടാവും. നമ്മളത് തൗബ ചെയ്യുക. അതാണ് വമല്ലം യതുബ്, ആരാണോ തൗബ ചെയ്യാത്തത് ഫഉലൈക ഹുമുൽ ളാലിമൂൻ, അവരാണ് അക്രമികളായ ആളുകൾ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പടച്ച റബ്ബിനോട് തൗബ ചെയ്യുക, വിശുദ്ധിയുള്ള നാവ് നമുക്കുണ്ടാകണം. അതാണ് പരലോകത്ത് ആവശ്യമുള്ളത്. കുറെ അമൽ ചെയ്തിട്ട് പിന്നെ നരകത്ത് പോകേണ്ട ഗതികേട് നമുക്കുണ്ടാകരുത്. അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് والعاقبة للمتقين فلا عدوان إلا على الظالمين الصلاة والسلام على أشرف المرسلين نبينا محمد الأمين وعلى آله وصحبه أجمعين ما بعد. വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സുഹൃത്തുക്കളെ, നമ്മൾ മറ്റൊരു വ്യക്തിയെയോ മറ്റൊരു സമൂഹത്തെയോ ഒക്കെ നമ്മൾ ഗീബത്ത് പറയുമ്പോൾ അതിലൂടെ സംഭവിക്കുന്നത് വലിയ നിലക്കുള്ള ഒരു പരാജയമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന്റെ രാത്രിയിൽ ഒരു ശിക്ഷ കണ്ടു. ആ ആളുകൾ യഅ്കുലൂനൽ ജീഫ, ശവം ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിച്ചു, ആരാണിവർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഹഉലാഇൽ ലദീന യഅ്കുലൂന ലുഹൂമൻ നാസ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു കൊടുക്കുക, ഇവർ ആളുകളുടെ മാംസം തിന്നിരുന്ന ആളുകളാണ്. ദുനിയാവിലെ ആളുകളുടെ മാംസം തിന്നിരുന്ന ആളുകളാണ്. വയഖഊന ഫീ ഗീബത്തിഹിം, ഗീബത്തിൽ മുഴുകി ജീവിച്ച മനുഷ്യന്മാരാണ്. മറ്റുള്ളവനെ കുറിച്ച് പരദൂഷണം പറഞ്ഞ് ഇങ്ങനെ ജീവിതം കഴിച്ച മനുഷ്യന്മാരാണ് ഇവർ എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുക. അതെ, അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, വലാ യഗ്തബ ബഅദുകും ബഅദാ, നിങ്ങൾ ഒരാൾ മറ്റൊരാളെ ആക്ഷേപിക്കണ്ട. അയുഹിബ്ബു അഹദുകും മൻ യഅകുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തുമൂഹു, നിന്റെ സഹോദരൻ മരിച്ചു കിടക്കുമ്പോൾ അവന്റെ മാംസം തിന്നുന്നത് നീ ഇഷ്ടപ്പെടുന്നുണ്ടോ? നിന്റെ സഹോദരൻ മരിച്ചു കിടക്കുമ്പോഴേ അവന്റെ മാംസം തിന്നാൻ നീ ഇഷ്ടപ്പെടുന്നുണ്ടോ? അത് നീ വെറുക്കുന്നുണ്ടല്ലേ? എന്നിട്ട് അല്ലാഹ് പറയാണ്, ഫത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഇന്നല്ലാഹ തവ്വാബുർ റഹീം, അല്ലാഹു എല്ലാം പൊറുക്കുന്ന തവ്വാബാണ്, അവൻ കാരുണ്യവാനാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ ഒരാളെ കുറിച്ച് പറയുമ്പോൾ മാംസം നമ്മൾ തിന്നണത് പരലോകത്ത് തന്നെ തിന്നേണ്ടി വരുമ്പോൾ ശവം തിന്നുന്ന ആളുകളായി നമ്മൾ മാറും. അതുകൊണ്ട് നമ്മളെല്ലാവരും നമ്മുടെ നാവിന് നന്നായി സൂക്ഷിക്കുക, നാവ് നന്നാക്കുക എന്നുള്ളതാണ്. ഒരാൾ സംസാരിക്കുമ്പോൾ പെരുമാറുമ്പോൾ
നമ്മുടെ നാവ് കൊണ്ട് ഒരു കാര്യം പറയുമ്പോൾ ഇതിന്റെ സ്വർഗം നഷ്ടപ്പെടുത്തുക എന്നുള്ള ഒരു ചിന്ത നമുക്ക് ഉണ്ടാകണം. നിസ്സാര കാര്യങ്ങൾക്ക് വരെ കളവ് പറയുമ്പോൾ അതിലൂടെ പ്രിയമുള്ളവരെ നാളെ പരലോകം നമുക്ക് നഷ്ടപ്പെടും. മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന, മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന സംസാരം ഉണ്ടാകരുത്. കാരണം എന്താ പറയുക, ഒരു നാവ് കൊണ്ടുണ്ടാക്കുന്ന മുറിവ് മാറൂലെന്നാണ്. നിങ്ങൾ കണ്ടില്ലേ, നല്ല കൂട്ടുകാരായിരിക്കും, പക്ഷെ ഒരു ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ മിണ്ടാതെ നിൽക്കുന്ന എത്ര ആൾക്കാരുണ്ട്. പരസ്പരം മുണ്ടൂല അല്ലെ? ഒരു ആയുധം കൊണ്ടൊരു മുറിവ് പറ്റിയാല് ആ മുറിവ് അത് ഭേദമാകുന്നത് വരെ മാത്രമേ അത് വേദനിക്കുള്ളൂ. പക്ഷെ നാവ് കൊണ്ട് ഒരു മുറിവ് ഉണ്ടാക്കേണ്ടല്ലോ, ഒരു പക്ഷെ അത് ജീവിതകാലം മുഴുവൻ വേദനിപ്പിക്കും ഓരോ മനുഷ്യരെയും. ആ ഓർമ്മ ഉണ്ടാകും. പ്രത്യേകിച്ച് കുടുംബ ജീവിതത്തിലൊക്കെ ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ നാവ് കൊണ്ടുള്ള പ്രയോഗങ്ങളായിരിക്കും ഒരുപക്ഷെ നമ്മുടെ ബന്ധങ്ങൾ അത് വിച്ഛേദിക്കപ്പെടാൻ കാരണമായിട്ടുണ്ടാവുക അല്ലേ? നാവ് കൊണ്ട് നമ്മുടെ മാതാപിതാക്കളുടെ സംസാരത്തിൽ വന്ന അപാകത, ഭാര്യയോട്, ഭർത്താവിനോട്, കുടുംബക്കാരോട്, എളാപ്പയോട്, മൂത്താപ്പയോട്, അമ്മായിയോട് അവരോട് സംസാരിച്ച രീതി ഒരുപക്ഷെ ശരിയായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇന്നും ഒരുപക്ഷെ തെറ്റി നിൽക്കുന്നുണ്ടാകും. ആലോചിച്ചോക്കണേ, നമ്മുടെ നാവ് കൊണ്ടുള്ള സംസാരത്തിന്റെ എഫക്റ്റ് വളരെ വലുതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് നാവിന് നന്നായി സൂക്ഷിക്കുക. ഖൈറല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. ഖൈറല്ല ഞാൻ പറയുന്നത്, എനിക്ക് പരലോകത്ത് ഉപകാരമുള്ളതല്ല എന്ന് തോന്നുന്ന ആ നിമിഷത്തിൽ മിണ്ടാതിരിക്കാനുള്ള ശേഷി, ഈമാൻ നമുക്കുണ്ടാകണം സുഹൃത്തുക്കളെ. അവർക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ അമലുകൾ പരലോകത്ത് അപ്പോഴേ പരിഗണിക്കപ്പെടുകയുള്ളൂ. ആ നിലക്ക് നമ്മൾ ഓരോരുത്തരും അവരവരുടെ കാര്യങ്ങളെ കുറിച്ചൊന്ന് പുനർവിചിന്തനം നടത്തുക. അപാകതകൾ സംഭവിച്ചു പോയതിൽ പടച്ചറബിനോട് തൗബ ചെയ്യുക. ഒരു പുതിയ മനുഷ്യനായി മാറാൻ നമ്മൾ തയ്യാറാവുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് വിട പറഞ്ഞു പോയ വിശ്വാസികളായ സഹോദരന്മാർ, അവരുടെ ഖബറുകളെ അള്ളാഹു വിശാലമാക്കുകയും അവരെയും നമ്മെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. കച്ചവടങ്ങളിലും ഇടപാടുകളിലും അള്ളാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم